ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു 5 കിലോ ചോറിനും ഓർഡറുണ്ട്, ചെറിയൊരു കേക്കിനും ഓർഡറുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ മിറ്റടിച്ചേരി കഴിഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പോൾ മിറ്റടിച്ചേരുന്ന സീന് ഞാൻ എടുത്തിട്ടില്ല, അടിച്ചേരി കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ അതാ കേക്കിനുള്ള സ്പോഞ്ച് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ഫ്ലേവർ, കണ്ടില്ലേ? നല്ല അടിപൊളി സ്പോഞ്ചാണ് കേട്ടോ. സ്പോഞ്ച് ഒരു ഭാഗത്തേക്കാണ് നീക്കി വെച്ചുകാണ്ട് ഇതാ ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല ഉള്ളിയും തക്കാളിയും ഒക്കെ ബിരിയാണിക്കുള്ള മസാല കൂട്ടണ പണിയാണ്. ഉപ്പച്ചിൻ്റെ കൂടെ സോനും കൂടിയിട്ടുണ്ട് ഹെൽപ്പറായിട്ട്. അവന് എല്ലേതും ഇങ്ങനത്തെ പണിക്കൊക്കെ ഓൽക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓല് സഹായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവന് ഉണ്ട്, മദ്രസക്ക് പോകാനാവുമ്പോഴത്തിന് കുറച്ച് സമയം ഉപ്പാൻ്റെ കൂടെ ഇതൊക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മസാലയൊക്കെ ഇവിടെ ആയിക്കൊണ്ടിരുന്നോട്ടെ. അപ്പോൾ തന്നെ നമുക്കിവിടെ ചായയും കടി ഉണ്ടാക്കണം. ഞാൻ ചായയും കടി ഉണ്ടാക്കാനായിട്ട് പോകുകയാണ്. അപ്പോൾ തലേന്നകത്തെ ചിക്കൻ കറി കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഒരു സമാധാനം. അപ്പോൾ അതങ്ങോട്ട് എടുത്ത് വെച്ചുകാണ്ട് അതിക്ക് കുറച്ച് തേങ്ങ അരച്ചുകാണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. അതിക്ക് കുറച്ച് തേങ്ങ അരച്ചുകാണ്ടാണ് വെച്ചാൽ പിന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കാരണം കോഴിക്കറി ഉണ്ടല്ലോ, കോഴിക്കറി ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കൽ. അപ്പോൾ ഇതാ അതിക്ക് തേങ്ങ അരച്ച് പാർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി ചപ്പാത്തി ചുട്ടെടുക്കാനുണ്ട്. ഒരടുപ്പത്ത് ചപ്പാത്തിക്ക് കുഴക്കാനുള്ള വെള്ളവും ഒരടുപ്പത്ത് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറി ഇവിടെ റെഡിയായി. ഇനി ചപ്പാത്തി കുഴച്ച് കണ്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കുക. കറി ആദ്യം റെഡിയാക്കലാണ്, എന്നാൽ പിന്നെ ഓരോ ചപ്പാത്തി ആവുന്നിടത്തോളം തിരക്കുള്ളവർക്കൊക്കെയാണ് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഇന്ന് മൈദപ്പൊടിയൊന്നും കൂട്ടിയിട്ടില്ല, ഇന്ന് വെറും നമ്മളെ റേഷൻ പീടിയിൽ നിന്ന് കിട്ടണ ആട്ടപ്പൊടി മാത്രം കൂട്ടിക്കാണ്ടാണ് ഇതാ ഈ ചപ്പാത്തി ചുട്ടക്കണത്. അപ്പോൾ ഇതാ നന്നായിട്ട് പൊള്ളച്ച് വരുന്നില്ലേ? ഞാൻ എല്ലാം അടിപൊളി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ഈ എന്നെ ഉണ്ടാക്കുക, ഈ എന്നെ അടിപൊളി എന്ന് പറയാമെന്ന് വിചാരിച്ചും. പക്ഷേ അടിപൊളി ആയത് മാത്രം തന്നെ അടിപൊളി എന്ന് പറയുള്ളൂ. എന്താ ചെയ്യുക, ഞാൻ ഉണ്ടാക്കണ ഫുള്ളും അടിപൊളിയാണ്. അപ്പോൾ പിന്നെ അതല്ലാതെ പിന്നെ എന്താ ഞങ്ങളോട് പറയാം? ഞാൻ ഉണ്ടാക്കണ ഫ്ലോപ്പായ എന്തായാലും ഞാനത് പറയലുണ്ട്. പക്ഷേ ഫ്ലോപ്പ് ആവലില്ലേ, ഒരുവിധം സാധനങ്ങളൊന്നും ഫ്ലോപ്പ് ആവലില്ല. ബിരിയാണിക്കുള്ള കറിവേപ്പിൻ്റെ ഉള്ളിയും അണ്ടിയും മുന്തിരിയൊക്കെ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ചെമ്പിന് കത്തിക്കണു. ഇനി എല്ലാം ഒന്ന് വെട്ടി റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ചെമ്പിന് കത്തിച്ചൽ. ചെമ്പിന് കത്തിച്ചാൽ പിന്നെ റെസ്റ്റ് ഇല്ല, പിന്നെ ഉള്ളി വാട്ടലും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോഴത്തിന് ഞാൻ എൻ്റെ പണിയെടുക്കും, ഓല പണിയെടുക്കും. അങ്ങനെയാണ് ഇവിടെ ഉണ്ടാവൽ. ബിരിയാണി ദമ്മിടുണ്ട് വിചാരിച്ച് കാണ്ട് നമുക്ക് ചോറും കൂട്ടാനും ഉണ്ടാക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അതിപ്പോൾ നോക്കി നിന്നിട്ടൊന്നും നമുക്ക് കിട്ടൂല. അപ്പോൾ ഇതാ ഇവിടെ എനിക്ക് മീൻ കൊടുന്നിട്ടുണ്ട്, കഷ്ണമീൻ മുറിച്ച് കാണ്ടാണ് കൊടുന്നത്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ കാണിച്ചു തന്നില്ലേ, അത് ഞാൻ കുറച്ച് എടുത്തക്കലുണ്ടല്ലോ ചിക്കൻ ആയാലും. അതേപോലെ തന്നെ മീനിൻ്റെ തലയും വാലും ഒന്ന് ഫ്രിഡ്ജിക്ക് വെച്ചതേനു കേട്ടോ. അപ്പോൾ അതാ ആ നേരം കൊണ്ട് തന്നെ ഇവിടെ ബിരിയാണി ഊറ്റിടുന്ന കണ്ടപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നിപ്പോൾ ഓരോ ഐറ്റംസും ചോറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ എൻ്റെ ഹെൽപ്പൊന്നും വേണ്ട, അതിൽ ഒറ്റയ്ക്ക് തന്നെയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇതാ ഞാൻ മുരിങ്ങൻ്റെ ഇലയാണ് ഇന്ന് എനിക്ക് താളിക്കാനാണ്. അപ്പോൾ തലേന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊരു കവറിലാക്കി കണ്ട് ഫ്രിഡ്ജിലോട്ടാണ് വെച്ചതേനു. അപ്പോൾ അതൊന്ന് എടുത്ത് കണ്ടൊന്ന് ഊരി ഉണ്ടാക്കട്ടെ. മുരിങ്ങൻ്റെ ഇല കൂട്ടാനൊക്കെ എളുപ്പമാണ്, പക്ഷെ അത് ഊരി ഉണ്ടാക്കാനാണ് കുറച്ച് പണി. എനിക്ക് ഇങ്ങനത്തെ പണിയൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ മുരിങ്ങൻ്റെ ഇല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇലവർഗ്ഗങ്ങളെല്ലാം ഇഷ്ടമാട്ടോ താളിക്കാനൊക്കെ. അപ്പോൾ പിന്നെ ഒന്ന് മുരിങ്ങൻ്റെ ഇലയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സൽക്കാരങ്ങൾക്കൊക്കെ ഉള്ള ഓർഡറൊക്കെ ഉണ്ടാകുമ്പോഴാണ് പല ഐറ്റംസും വേണ്ടി വരില്ലേ, അപ്പോഴാണ് ഞാനും ഹെൽപ്പ് ചെയ്ത് കൊടുക്കൽ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ വെപ്പൊക്കെ ഓല തന്നെയാണ് ചെയ്യൽ. കൂടുതലും ഓല് പോയി വെക്കലാണ്, ഇവിടുന്ന് വീട്ടിൽ നിന്നുള്ള വെക്കൽ വളരെ കുറവാണ്. വല്ലപ്പോഴും ഓർഡർ കിട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലാത്തപ്പോൾ ഓഡിറ്റോറിയത്തിലും കല്യാണ വീട്ടിലൊക്കെ പോയി വെക്കലാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വർത്താനം പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഇതാ മുരിങ്ങൻ്റെ ഇല ഊരി കഴിഞ്ഞിക്കണ്. ആ നേരം കൊണ്ട് തന്നെ ഇവിടെ ചോറ് ദമ്മയിക്കണേ. ഈ ഒരു ചൂടത്ത് പോയി നിന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ചൂടിട്ടാ. അപ്പോൾ കല്യാണ വീട്ടിലൊക്കെ ഒരുപാട് ചൂട് കൊള്ളണ പോലെ അവസ്ഥ ഭയങ്കരമാണല്ലേ, നമുക്ക് ഈ ഒരു ചൂട് തന്നെ താങ്ങാൻ വയ്യ. അപ്പോൾ അത് അതിൻ്റെ അടിയിൽ കൂടി ഞാൻ എനിക്കുള്ള ചോറും ഊറ്റിയെടുത്തിട്ടുണ്ട്. നല്ല സദാ ചോറ്, ആവി പറക്കണ ചോറ് ഇതവിടെ ഊറ്റിയെടുത്തിക്കണേ. ഇനി ഇതായി കഷ്ണമീൻ ഒന്ന് കായം പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പൊരിക്കും വേണം, മുരിങ്ങൻ്റെ ഇല താളിക്കും വേണം. ഇന്നിപ്പോൾ സിമ്പിൾ കൂട്ടാനാണ് കേട്ടോ. പിന്നെ വേറെ ഉപ്പേരിയും കാര്യങ്ങളൊന്നും ഇന്ന് ഉണ്ടാക്കണില്ല. ഇനി നമുക്ക് കുറച്ച് തൈരും ഉണ്ടാക്കി വെക്കണം. കുറച്ച് തൈര് ഉണ്ടായിരുന്നു, അപ്പോൾ അതും ആ കൂട്ടത്തിൽ കൂടി ഉണ്ടാക്കി വെക്കാം ഉപ്പേരിക്ക് പകരമായിട്ട്.
അപ്പോൾ ഇതാ മീൻ ഇവിടെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഒരടുപ്പത്ത് മീൻ പൊരിക്കാനും വെച്ചേക്കണു. ഒരടുപ്പത്ത് നമുക്ക് മുരിങ്ങൻ്റെ താളിക്കും വേണം. ഇതാ ഉള്ളി ചെറുള്ളിയൊക്കെ അരിഞ്ഞ് ഒരു മുളകാണ് കീറിയിട്ടിക്കാണ്ട് ഒരു മുളക് ഇട്ടിട്ടുള്ളൂ. കുട്ടികൾക്കൊക്കെ എരിവ് ഇഷ്ടമില്ല, എരിവ് വളരെ കുറവാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതാ കഞ്ഞിവെള്ളം പാർന്നു കൊടുത്തിട്ടുണ്ട്. ഞാൻ കഞ്ഞിവെള്ളത്തിലാണ് താളിച്ചൽ. ചിലവർ പച്ചവെള്ളത്തിലൊക്കെ താളിക്കണോലുണ്ടാവും, പക്ഷേ ഞാൻ കഞ്ഞിവെള്ളത്തിലാണ് താളിക്കൽ. എനിക്ക് അതാണ് ഇഷ്ടം, കഞ്ഞിവെള്ളത്തിൽ താളിക്കണത്. മുരിങ്ങൻ്റെ ഇല ഉണ്ടാക്കാൻ വളരെ ഈസി ആണെങ്കിലും ആ കറി ചോറ് പാർന്ന് തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് ഇല. അതുകൊണ്ട് തന്നെ ഇന്ന് മുരിങ്ങൻ്റെ ഇലയും മീൻ പൊരിച്ചതും മുരിങ്ങൻ്റെ ഇല അവിടെ ആയി കിട്ടി. മീൻ പൊരിച്ചത് ഇതേപോലൊരു ചോറ്റും പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. മൂടി വെക്കും കേട്ടോ. അതിൻ്റെ ആവി പോയി കഴിഞ്ഞതിന് ശേഷം മൂടി വെക്കും. കൊണ്ടുപോകാനുള്ള ബിരിയാണിയും കാര്യങ്ങളും അതും റെഡി ആയിക്കണേ. അതിക്കുള്ള അച്ചാറും കച്ചമ്പറും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കുള്ള ചോറും കൂട്ടാനും അതും റെഡി ആയിക്കണേ. ഇനി നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്, തുടക്കലും മോറലും അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ നിൽക്കണേ. അപ്പോൾ അകത്തേക്ക് ഒരു ഇതുമില്ല കേട്ടോ. ഇവരിവിടെ ചോറ് വെക്കുന്നുണ്ട് വിചാരിച്ച് നമ്മൾ അടുക്കള എരപ്പാകിയ കാര്യങ്ങളൊന്നുമില്ല. കാരണം പുറത്തൊരു ടേബിളുണ്ട്, അതിമ വെച്ചുകൊണ്ടാണ് ഓലെല്ലാ പരിപാടിയും. അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയി കഴിഞ്ഞ് ദമ്മിട്ടേക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് തിരുമ്പിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കല്ലിൽ തിരുമ്പാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെള്ളത്തുണികളും യൂണിഫോമും അതേമാതിരി നിസ്കാര കുപ്പായങ്ങളും അതൊന്നും ഞാൻ മെഷീനിലിടലില്ല. അപ്പോൾ അതൊക്കെ കല്ലിൽ തിരുമ്പിക്കാണ്ട് മെഷീനിൽ ഉണക്കിക്കണേ. കാരണം എന്താ വെച്ചാൽ നമ്മളെ വെയിൽ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ മെഷീനിൽ ഉണക്കിയാലേ പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ എന്ന് വിചാരിച്ച്. അപ്പോൾ അതും അവിടെ കഴിഞ്ഞു. നമ്മളെ കുളിയും നനയും തുടക്കലും എല്ലാം കഴിഞ്ഞു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഒക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരുന്ന് കാണ്ട് മുരിങ്ങൻ്റെ ഇലയും മീൻ പൊരിച്ചതും തൈരും കൂട്ടിക്കാണ്ടൊന്ന് ചോറൊന്ന് കഴിക്കട്ടെ. ഈ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കേക്കും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു ഡിസൈനൊക്കെ ഞാൻ ഒരുപാട് തവണ പല കളറിൽ ചെയ്ത ഡിസൈനാണ്. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഡിസൈനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കസ്റ്റമർ ഇങ്ങനത്തെ ഡിസൈനൊക്കെ എപ്പോഴും നമുക്ക് ഓർഡർ തരും. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് പറയാൻ മറക്കല്ലേ. അപ്പോൾ പിന്നെ ഈ കാണുന്നത് നിങ്ങൾ വൈകുന്നേരത്തെ പരിപാടിയാണ്. വൈകുന്നേരം നല്ല മഴ പെയ്യണുണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കടി ഉണ്ടാക്കാൻ വിചാരിച്ച് വന്ന് നോക്കുമ്പോൾ 2 പൂള ഉണ്ടായിരുന്നു ഇവിടെ കൊടുന്ന് വെച്ചത്. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൂള കടർത്തതും കട്ടൻ ചായയും കൂട്ടിക്കാണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു. പൂളക്കായി വന്നപ്പോൾ തന്നെ മഴയൊക്കെ നിന്നു. എന്നാലും നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഞങ്ങൾ തിന്നു. ഇന്നിപ്പോൾ ഉച്ചക്കത്തെ കെടുത്തത്തിനൊന്നുള്ള ടൈം കിട്ടിയിട്ടില്ല, പല പണികളും ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ ആദ്യം തന്നെ ടൈം കിട്ടിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് കുറേ നേരമൊന്നും ഇരിക്കാനും കിടക്കാനൊന്നും പോയിട്ടില്ല. ഇതാ നമ്മളിവിടെ പൂള കടർത്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.